ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്തും ഭയങ്കരമായ തലവേദനയൊക്കെ അനുഭവപ്പെടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ചായയാണിത്. മാത്രമല്ല ഇതിൻ്റെ മണമൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി ഒരു ഉന്മേഷം തരുന്ന നല്ലൊരു ചായയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ഗ്രാമ്പൂ, 2 പട്ട, 2 കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്, 6 കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. ചുക്കിനും പകരം നിങ്ങൾ ഇഞ്ചി എടുക്കരുത്, ചായക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കഴിവതും ചുക്ക് തന്നെ ഉപയോഗിക്കണം. കഴിവതും എന്നല്ല, ചുക്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി കല്ലിലിട്ടാണ് ചതച്ചെടുക്കുന്നത്. ചുക്ക് നല്ല കട്ടിയാണ്, ആദ്യം അത് ചതച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചതച്ചതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. ഞാനിപ്പോൾ മിക്സിയിൽ പൊടിക്കുന്നില്ല, എല്ലാം കല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായി ഇട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ കണ്ടില്ലേ, നല്ല മണമുണ്ട് കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ 2 ഗ്ലാസ് ചായയാണ് ഇടുന്നത്. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മസാലകൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കടുപ്പമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചില കടുപ്പം കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്രയും കടുപ്പം ഇഷ്ടാവില്ല. അതുകൊണ്ട് അതിനൊരു പ്രത്യേക അളവില്ല. ഇവിടെ ഞാനിപ്പോൾ ഇലത്തേയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേ കണ്ടില്ലേ, അതുകൊണ്ടാണ് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുത്തത്. ഇവിടെ ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. അതിന് പ്രത്യേക അളവുകളൊന്നുമില്ല. മധുരമില്ലാതെയും ഉണ്ടാക്കാം, മധുരം കുടിക്കാത്തവർക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ചായ നന്നായി തിളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ, തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. ഒരു 1-2 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചായ ഒന്ന് ഊറിപ്പിച്ചെടുക്കണം. മസാലയും തേയിലയും ഒക്കെ ഒന്ന് നന്നായി ഊറി വരണം. ഇപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ്, അടുക്കള മുഴുക്കയും നല്ലൊരു മണമാണ് ഈ ചായയുടെ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ചായക്ക് എപ്പോഴും സ്വാദ് കൂടുതൽ കൊടുക്കുന്നത് അടിച്ചെടുക്കുമ്പോഴാണ്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. രണ്ട് ഗ്ലാസ് ചായക്ക് 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും നമ്മൾ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ 3/4 വന്നിട്ടുള്ളത്. ചായയൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും ഒരു 3/4 ഗ്ലാസോളം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഉന്മേഷമാണ് ഇത് കുടിച്ചാൽ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടി ഒന്ന് മറക്കാതെ ചെയ്യണേ. താങ്ക് യു.